അങ്ങ് കിഴക്കുതിച്ചു നിൽക്കുന്ന 1001 പൊൻകതിരേ വായോ. ഏതൊരു ഗ്രാമത്തിനും അതിൻ്റെതായ കഥയുണ്ട്, പച്ചപ്പുണ്ട്, ഹൃദയത്തുടിപ്പുണ്ട്. ഗ്രാമമെന്നത് തീർത്തും ഒരുപറ്റം മനുഷ്യരുടെ സ്നേഹത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും ഇടമാണ്. ഗ്രാമീണ നന്മകൾ പൂത്തുലയുന്ന നിഷ്കളങ്കതയുടെ ശീതക്കാറ്റായി നിറഞ്ഞു നിൽക്കുന്ന കയ്യൂർ നാടിൻ്റെ ഭക്തിവിശ്വാസങ്ങളുടെ സമർപ്പിത സ്ഥാനമായി പരിലസിക്കുന്നു കയ്യൂർ ശ്രീ ആലയിൽ ഭഗവതി ക്ഷേത്രം. മണ്ണീനെ മാറോട് ചേർത്തു പീഡിച്ചേ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നേരിട്ടറിയുന്ന പരമസത്യമാണ് കണ്ടെത്തലെന്ന്. അനാദികാലം മുതൽ തലമുറകൾ ഇതനുഭവിച്ചറിയുന്നുമുണ്ട്. ജീവിതവൃത്തി തേടി പുല്ല് പറിക്കാൻ പോയ അമ്മമാരെ ആഴക്കയത്തിൽ മുക്കിയതും നാടാകെ ആർത്തുകരഞ്ഞപ്പോൾ അവരെ കരകയറ്റിയതും കണ്ടത്തിലമ്മയുടെ മായാവിലാസം തന്നെ. മാമലയുറഞ്ഞു നിൽക്കും മഹാദേവൻ മകനായുള്ള മായാരൂപി സാക്ഷാൽ വേട്ടക്കുരുമകനീശ്വരന്റെ നിർദ്ദേശാനുസരണമാണ് ചെറളത്ത് ഭഗവതി എന്ന ശക്തീശ്വരിയെ തന്റെ കണ്ണേറ്റമേൽക്കുന്ന വയലിന്റെ മധ്യത്തിൽ കുടിയിരുത്തിയതെന്നും എപ്പോഴെങ്കിലും ഈ ദേവി തന്റെ രൗദ്രഭാവം കൈവരിച്ച് നാട്ടിൽ അനർത്ഥം വിതക്കാൻ തുടങ്ങിയാൽ അസുരദാരികനവെന്ന മങ്കയറുവരിൽ മികവായിട്ടുള്ള ഭദ്രയെ സാന്ത്വനിപ്പിക്കാൻ ഭഗവാൻ നരനാരായണ ചൈതന്യത്തെയും വയലിൽ ആരാധിച്ചു വരുന്നു എന്നാണ് വാമൊഴി വഴക്കം. ഈയത്തിന്റെ മഴ പെയ്താൽ ഇരുമ്പിന്റെ കുടപിടിച്ച് കുഞ്ഞൂട്ടി വൈദ്യങ്ങളെ കാത്ത് രക്ഷിക്കുന്ന ഈ ദേവി സന്താനലബ്ധിയേകി അനുഗ്രഹിക്കുന്നതിൽ ശ്രേഷ്ഠയാണ്. ദുരിത ദുഃഖമയമായ ജീവിതയാത്രയിൽ അറിയാതെ മനസ്സൊന്ന് തേങ്ങിയാൽ, കാലൊന്ന് കല്ലിൽ തട്ടിയാൽ പോലും എന്റെ കണ്ടത്തിലമ്മേ എന്ന് വിളിച്ച് കേഴുന്ന ഭക്തമനസ്സുകൾക്കൊക്കെ അറിഞ്ഞു തന്നെ അനുഗ്രഹം ചൊരിയുന്ന സാക്ഷാൽ ചെറളത്ത് ഭഗവതി എന്ന കണ്ടത്തിലമ്മയുടെ ദിവ്യസങ്കേതത്തിലേക്ക് ഒറ്റക്കോല മഹോത്സവത്തിൽ പങ്കാളികളാകാൻ നവംബർ 11, 12 തീയതികളിൽ ഏവർക്കും സ്നേഹസ്വാഗതം. ചിലമ്പുകൾ കെട്ടി വരവിളിയായി തിറയാട്ടം കൊള്ളും ശൈവസുധാ.